ഹായ് ഫ്രണ്ട്സ്, ആൻഡ്രോ ക്രിയേഷൻസിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂട്ടുകാരെ, നമ്മുടെ കമൻറ്റ് ബോക്സിൽ, നമ്മുടെ ചാനലിൻ്റെ കമൻറ്റ് ബോക്സിലും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലുമൊക്കെ ഒരുപാട് പേർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അതായത് നമ്മുടെ ഫോണിൻ്റെ ഹീറ്റിംഗ് സംബന്ധമായിട്ട് പ്രശ്നത്തെക്കുറിച്ചും അതുപോലെ തന്നെ ഹാങ്ങിങ് സംബന്ധമായിട്ട് പ്രോബ്ലംസിനെക്കുറിച്ചുമാണ്. അതായത് ഫോൺ വളരെയേറെ ഹീറ്റാവുന്നു, ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ വളരെ പെട്ടെന്ന് ഹീറ്റാവുന്നു, അതുപോലെ തന്നെ ഫോൺ വളരെയേറെ ഹാങ് ആവുന്നു, ഹാങ്ങായി ഫോൺ ഓഫായി പോകുന്നു, അങ്ങനെയൊക്കെ ഒരുപാട് കമൻസുകൾ നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വീഡിയോസുകൾ, അതായത് ഫോൺ ഹാങ്ങിങ് എങ്ങനെ കുറയ്ക്കാം, അല്ലെങ്കിൽ ഫോൺ ഹാങ് ആവുന്നതിൽ നിന്നും എങ്ങനെ തടയാം, അതുപോലെ തന്നെ ഫോൺ ഹീറ്റ് ആവുന്നത് എങ്ങനെ കുറയ്ക്കാം, അതിനെക്കുറിച്ചുള്ള ഒരുപാട് വീഡിയോസുകൾ നമ്മുടെ ചാനലിൽ നമ്മൾ നേരത്തെ തന്നെ ഇട്ടിട്ടുള്ളതാണ്. എങ്കിലും നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് പേർ ഇതുമായി റിലേറ്റഡായി ചോദിക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്, നമ്മുടെ ഫോണിൻ്റെ ഹാങ്ങിങ് സംബന്ധമായ ഇഷ്യൂസ് ആയിരുന്നാലും ശരി, ഫോണിൻ്റെ ഹീറ്റിംഗ് സംബന്ധമായിട്ടുള്ള ഇഷ്യൂസ് ആയിരുന്നാലും ശരി, അപ്പോൾ അതിൽ നമ്മുടെ ഫോണിൻ്റെ പ്രശ്നങ്ങൾ, ഇത് സംബന്ധമായ പ്രശ്നങ്ങൾ മെയിനായിട്ട് വരുന്നത് പ്രധാനമായിട്ടും 3 കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കും. ഒന്ന്, ഫോണിൻ്റെ പ്രോസസ്സർ. നമ്മുടെ ഫോണിൻ്റെ മദർ ബോർഡ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പ്രോസസ്സർ, അത് സ്നാപ്ഡ്രാഗൺ ആയിക്കോട്ടെ, മീഡിയടെക് ആയിക്കോട്ടെ, എക്സിനോസ് ആയിക്കോട്ടെ, അങ്ങനെ ഏത് പ്രോസസ്സർ ആയിരുന്നാലും അതിൻ്റെ പ്രോസസ്സറിൻ്റെ ക്വാളിറ്റി, അപ്ഡേറ്റിംഗ് ആയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ആ ഒരു അപ്ഡേറ്റിംഗ് ക്വാളിറ്റി. 2, ഫോണിൻ്റെ റാം, അത് 2GB റാമോ 3GB റാമോ 4GBയോ 8GB അങ്ങനത്തെ ആ റാമിൻ്റെ സൈസ്, എത്രത്തോളം GB റാമിൻ്റെ സൈസ്. 3ാമത് എന്ന് പറയുന്നത് നമ്മുടെ ഫോണിൻ്റെ സ്റ്റോറേജ് സ്പേസ്, റോം എന്ന് പറയും. ആ സ്റ്റോറേജ് സ്പേസ് അത് 16GB ആവാം, 32GB ആവാം, 128GB ആവാം, അങ്ങനെ എത്രയാണോ നിങ്ങളുടെ ഫോണിൻ്റെ സ്റ്റോറേജ് സ്പേസ്. ഈ 3 കാര്യങ്ങളെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രോസസ്സർ, റാം, നമ്മുടെ ഫോണിൻ്റെ ഇൻറ്റേർണൽ സ്റ്റോറേജ് സ്പേസ്, ഈ 3 കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കും നമ്മുടെ ഫോണിൻ്റെ ഹാങ്ങിങ് ഇഷ്യൂസും നമ്മുടെ ഫോണിൻ്റെ ടെമ്പറേച്ചർ, അതായത് ഫോണ് ചൂടാവുന്നതുമായിട്ടുള്ള കംപ്ലയിൻസും ഈ 3 കാര്യങ്ങൾ ആശ്രയിച്ചിരിക്കും. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഫോൺ പഴയ ഫോണാണെങ്കിൽ, കുറച്ചൊക്കെ പഴയ ഫോണാണെങ്കിൽ അത് മിക്കവാറുമൊക്കെ റാം കുറവുള്ള ഫോണായിരിക്കാം, സ്റ്റോറേജ് കുറവുള്ള ഫോണായിരിക്കും, അല്ലെങ്കിൽ പ്രോസസ്സർ എന്ന് പറയുന്നത് അപ്ഡേറ്റഡ് ആയിട്ടുള്ള എല്ലായിരിക്കാം, ഏറ്റവും പഴയ വേർഷനിലുള്ള ഒരു പ്രോസസ്സറായിരിക്കും. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും നിങ്ങളുടെ ഫോണിന് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും ഹാങ്ങിങ് ഇഷ്യൂസുകളും ഹീറ്റിംഗ് ഇഷ്യൂസുകളും വരും. അത് സ്വാഭാവികമാണ്, അത് നമുക്കൊന്നും ചെയ്യാൻ സാധിക്കും. കാരണം ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ ആപ്ലിക്കേഷൻസുകളും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ യൂട്യൂബ് ആയിരുന്നാലും ശരി, ഫേസ്ബുക്ക് ആയിരുന്നാലും ശരി, വാട്സപ്പ് ആയിരുന്നാലും ശരി, ഇതെല്ലാം ഇപ്പോൾ ഒരുപാട് ലോഡ് എടുക്കുന്ന ആപ്ലിക്കേഷൻസുകളായി മാറും. എല്ലാ ആപ്ലിക്കേഷൻസുകളും ലോഡ് എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിലിരുന്ന ഫോണ് റാം കുറവുള്ള ഫോണാണ്, സ്റ്റോറേജ് കുറവുള്ള ഫോണാണ്, അതുപോലെ തന്നെ പ്രോസസ്സറിൻ്റെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള അല്ലാത്ത പഴയ അപ്ഡേഷനിലുള്ള ഒരു പ്രോസസ്സറാണെങ്കിൽ നിങ്ങൾ പരമാവധി ലൈറ്റ് വേർഷൻ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ ഫേസ്ബുക്ക് ആണെങ്കിൽ ഫേസ്ബുക്കിലെ ലൈറ്റ് വേർഷൻ ഉപയോഗിക്കുക, യൂട്യൂബ് ആണെങ്കിൽ യൂട്യൂബ് ഗോ എന്ന് പറയുന്ന ലൈറ്റ് വേർഷൻസ് ഉപയോഗിക്കുക. ഏത് ആപ്ലിക്കേഷനാണോ നിങ്ങൾക്ക് യൂസ് ചെയ്യുന്നത് അതിൻ്റെ ലൈറ്റ് വേർഷൻ ഉണ്ടെങ്കിൽ അത് മാക്സിമം യൂസ് ചെയ്യാൻ ശ്രമിക്കുക. മാക്സിമം ഞാൻ ഈ പറഞ്ഞ 3 കാര്യങ്ങൾക്കും മാക്സിമം ലോഡ് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് ഇതിൽ നിന്നും ഈ ഒരു ഹീറ്റിംഗ് ഇഷ്യൂസിൽ നിന്നും ഹാങ്ങിങ് ഇഷ്യൂസിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാനുള്ള ഒരു പ്രധാന പോയിൻ്റ് എന്ന് പറയുന്നത് പ്രോസസ്സറിനും കൂടുതൽ ലോഡ് കൊടുക്കാതിരിക്കുക, റാമിന് കൂടുതൽ ലോഡ് കൊടുക്കാതിരിക്കുക, അതുപോലെ തന്നെ നമ്മുടെ ഫോൺ സ്റ്റോറേജിനും ഒരുപാട് ലോഡ് കൊടുക്കാതിരിക്കുക. ഫോൺ സ്റ്റോറേജ് ഏകദേശം ഒരു 60% കൂടുതൽ ഒരിക്കലും ഫുള്ളാകാൻ നിങ്ങൾ ശ്രമിക്കരുത്. ഫുള്ളായിട്ടുണ്ടെങ്കിൽ അത് വേറെ ഏതെങ്കിലും സ്റ്റോറേജിലേക്ക് മാറ്റി, ക്ലൗഡ് സ്റ്റോറേജിലേക്കോ അല്ലെങ്കിൽ മെമ്മറി കാർഡിലേക്കോ അങ്ങനെ ഏതെങ്കിലും സ്റ്റോറേജിലേക്ക് മാറ്റി ഒരു 30-40% നമ്മുടെ ഫോൺ സ്റ്റോറേജ് എംറ്റി ആയിട്ടിരിക്കണം. എങ്കിൽ മാത്രമേ ഫോണിന് നല്ലൊരു പെർഫോമൻസ് കിട്ടുകയുള്ളൂ. സ്റ്റോറേജിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, റാമിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ റാം ഒരു 4GB റാം ആണെങ്കിൽ 1GB റാമെങ്കിലും നമുക്ക് ഫ്രീ ആയിട്ട് വേണം. അപ്പോൾ 4GB റാമുള്ള ഒരു ഫോൺ ഒരു 3GBക്ക് മുകളിലോട്ട് അത് ലോഡ് കൊടുക്കേണ്ടി വരികയാണെങ്കിൽ, ഫോൺ നമ്മളിപ്പോൾ എന്തെങ്കിലും ആപ്ലിക്കേഷൻ യൂസ് ചെയ്തോ ഗെയിം യൂസ് ചെയ്തോ 3GBക്ക് മുകളിലേക്ക്, 4GB റാമാണെങ്കിൽ 3GBക്ക് മുകളിലേക്ക് നമുക്ക് ആ റാമിന് ലോഡ് കൊടുക്കേണ്ടി വരികയാണെങ്കിൽ ഫോൺ ഹാങ് ആവുകയും ഹീറ്റിംഗ് ഇഷ്യൂസുകളും വരും. അപ്പോൾ 1GB റാമെങ്കിലും ഫ്രീ ആയിട്ട് വെക്കത്തക്ക രീതിയിൽ ചെയ്യുക. പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പ്രോസസ്സർ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വേർഷനിലേക്ക് പ്രോസസ്സറിലേക്ക് മറക്കുക. അത് നമുക്കൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല. ഫോണായിരുന്നെങ്കിൽ ഫോണ് മാറ്റി പുതിയൊരു ഫോൺ വാങ്ങുക, പുതിയൊരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള വേർഷനിലുള്ള ഫോൺ. അത് ഞാൻ ഈ പറഞ്ഞ സ്നാപ്ഡ്രാഗൺ ആയിക്കോട്ടെ, മീഡിയടെക് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എക്സിനോസ് ആയിക്കോട്ടെ, ഏത് പ്രോസസ്സർ ആയിരുന്നാലും ഏറ്റവും പുതിയൊരു ഫോണാണ് നിങ്ങൾ വാങ്ങുന്നതെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷനിലുള്ള പ്രോസസ്സറുള്ള ഫോൺ വാങ്ങുന്നതാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ റാം, പ്രോസസ്സർ, ഇൻറ്റേർണൽ സ്റ്റോറേജ്, ഈ 3 കാര്യങ്ങളും മാക്സിമം ലോഡ് കൊടുക്കാതിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഫോണ് ഹാങ്ങിങ് ഇഷ്യൂസുകളും ഹീറ്റിംഗ് സംബന്ധമായിട്ടുള്ള ഇഷ്യൂസുകളൊക്കെ കുറച്ച് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ സാധിക്കുമെന്നുള്ളതാണ്.
അപ്പോൾ ഇതാണ് കാര്യം. പിന്നെ ഫോണിന് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ഇൻറ്റേർണൽ പരമായിട്ടുള്ള ബോർഡിൽ വരുന്ന ഷോട്ടുകളും അതല്ലെങ്കിൽ മൈന്യൂട്ടായിട്ടുള്ള ഷോട്ടുകളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രോബ്ലംസോ IC7 റിലേറ്റഡ് ഫോൺ പ്രശ്നങ്ങളൊക്കെ കൊണ്ടും ഇതേപോലെ പ്രോബ്ലംസുകൾ വരാം. അപ്പോൾ മെയിനായിട്ട് ഇതുമായി റിലേറ്റഡ് ആയി ഒരുപാട് ചോദിച്ചത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. പല വീഡിയോസുകളും പറയുന്നുണ്ടെങ്കിൽ പല ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് ഈ ഹീറ്റിംഗ് കുറയ്ക്കാം, ഹാങ്ങിങ് കുറയ്ക്കാം എന്നൊക്കെ പറയുന്ന പല വീഡിയോസുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും സ്ഥായിയായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇതാണ്, ഫോണിന് ലോഡ് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ഫോണ് അപ്ഡേറ്റഡ് ആക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇറങ്ങുന്ന ആപ്ലിക്കേഷൻസുകളെല്ലാം തന്നെ അപ്ഡേറ്റ് ചെയ്ത് നമ്മുടെ ഫോണിന് ഒരുപാട് ലോഡ് കൊടുക്കുന്ന ആപ്ലിക്കേഷൻസുകളാണ് കൂടുതലും ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ പഴയ ഫോണാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഹാങ്ങിങ്, ഹീറ്റിംഗ് ഇഷ്യൂസ് സംബന്ധമായ പ്രശ്നങ്ങൾ വരുമെന്നുള്ളത് 100% ഉറപ്പാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ പഴയ ഫോണുകളെല്ലാം തന്നെ ഇപ്പോൾ ഹീറ്റിംഗ് ഇഷ്യൂസുകൾ വരുന്നത്. നമ്മുടെ അടുത്ത് കൊണ്ടുവച്ച് റിപ്പയറിങ്ങിനെ കൊണ്ടുവന്നാലും നമുക്കൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല. കാരണം ആപ്ലിക്കേഷൻസുകൾ ഇപ്പോൾ ലോഡ് കൊടുക്കുന്ന ആപ്ലിക്കേഷൻസുകൾ യൂസ് ചെയ്യാതിരിക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. അല്ലാതെ നമുക്ക് കംപ്ലയിൻ്റ് ഇല്ലാത്തൊരു ഫോണിനെ അഴിച്ച് പൊളിച്ച് എന്തെങ്കിലും ചെയ്തിട്ട് കാര്യമില്ല, കാരണം കംപ്ലയിൻറ്റ് മാറത്തില്ല. അപ്പോൾ അതാണ് അതിൻ്റെ മെയിനായിട്ടുള്ള കാര്യം. അത് നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പോൾ എന്തെങ്കിലും സംശയം നിങ്ങൾ ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ തിരിച്ച് കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.